ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ബബിനാണ്. തത്സമയം ശാലിനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ കൊഴുവയാണ് കേട്ടോ. ചെറിയ നിങ്ങളുടെ നാട്ടിൽ ചൂട അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ഐറ്റമാണ് കൊഴുവ. അപ്പോൾ കൊഴുവ വെച്ചിട്ട് നമ്മൾ ചുമന്നുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോവാം. വാ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊഴുവ എന്ന് പറയുന്നത്. കൊഴുവ മീൻ നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് തക്കാളി വേണം, അതുപോലെ ഇഞ്ചി ചതച്ചത്, അതുപോലെ ചുമന്നുള്ളി ചതച്ചത്, പച്ചമുളക്. ഇതൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇതിനകത്താണ് നമ്മളെ മീനിലെ ആ ടേസ്റ്റ്, തിളപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് വാളംപുളി, കുടപ്പുളിയല്ല, വാളംപുളിയുടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഒരു വാളംപുളിയുടെ വെള്ളം വേണം. അതിനുശേഷം നമ്മൾ ഒരു ചട്ടി ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരണം. ഇതിനകത്ത് നമ്മൾ കടുകൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ. നോർമലി നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് ആദ്യം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ചുമന്നുള്ളിയാണ് ആദ്യം നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത്. നല്ല ചുമന്നുള്ളി ചതച്ചത് നല്ല നമ്മുടെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ വരുന്നൊരു പ്രത്യേക സ്മെല്ലുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, കിടിലനാണ്. അങ്ങനെ ചുമന്നുള്ളി ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മൾ മാക്സിമം ഇത് വയറ്റി കൊടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ആയിരിക്കണം. കാരണം ഈ ചുമന്നുള്ളി എന്ന് പറയുന്നത് നന്നായിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ കറിയിൽ വരുന്നെങ്കിൽ ചുമന്നുള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് സമയമെടുത്ത് തന്നെ ഇത് വയറ്റി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ആദ്യം ഇഞ്ചിയാണ് കേട്ടോ ഇടുന്നത്. ഇഞ്ചി ഇട്ട് അതുപോലെ തന്നെ പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇവരെ ഒന്ന് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് തക്കാളിയും കുറച്ച് സവാളയും എടുത്തിട്ടുണ്ട്. അത് ഒരു ഗ്രൈൻഡറിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നല്ല കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. ഈ സവാള ആഡ് ചെയ്തിരിക്കുന്നത് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം ചട്ടിയിലേക്ക് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. നല്ല മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലിയോ നല്ല വീട്ടിൽ തന്നെ നമ്മൾ ഉണക്കി പൊടിച്ച മുളക് പൊടിയാണ് ഇതിൽ മിക്സ് ചെയ്യുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതാണ് ഞാൻ കുറച്ചിടുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് മുളക് പൊടി ഇടാം. തീ കുറച്ച് വെക്കുന്ന കാര്യം മറന്നു പോരുത്. ഇപ്പോൾ തീ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ എന്തായാലും ചട്ടി കരിയാതിരിക്കാൻ വേണ്ടി തീ കുറച്ച് വെച്ചു. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ജാറിൽ നിന്ന് നമ്മൾ തട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മസാലയിലേക്ക് നമ്മുടെ തക്കാളി പേസ്റ്റ് കൂടി ചെന്ന് കഴിയുമ്പോൾ ഇവൻ്റെ രൂപവും ഭാവവും എല്ലാം മാറും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ പുളിവെള്ളമാണ്. നേരത്തെ എടുത്ത് വെച്ച പുളിവെള്ളം നമ്മുടെ കറിയിലേക്ക് മിക്സ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് പുളിയെ കുറേ നേരം മുമ്പ് ഞാൻ എടുത്ത് വെച്ച പുളിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് ഇവനെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇവനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നന്നായിട്ട് തന്നെ. അപ്പോൾ വേറൊരു കാര്യം ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ തീ എപ്പോഴും ഒന്ന് കുറച്ച് വെക്കണ കാര്യം ഒന്ന് മറന്നു പോകരുത്. ചട്ടി നേരത്തെ ഒന്ന് ചൂടായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടേസ്റ്റ് വ്യത്യാസം വരാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ആ കറിയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യാനുസരണമുള്ള ഉപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പച്ചവെള്ളം ദയവ് ചെയ്ത് ഒഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് വെള്ളം ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം ആ വെള്ളം ഒഴിക്കുക. എങ്കിൽ മാത്രമേ കറിക്ക് ആ ഒരു ടേസ്റ്റ് നിലനിർത്തുള്ളൂ കേട്ടോ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് വെറുതെ ഒരു പച്ചവെള്ളം കോരി കറിയിലേക്ക് ഒഴിക്കുന്നത്. ദയവ് ചെയ്ത് അങ്ങനെ ഒഴിക്കരുത്. നിങ്ങൾ വെള്ളം ചൂടാക്കി തന്നെ, അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളമോ ഇതിനകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ കൊഴുവയെ പിടിച്ച് അതിനകത്തേക്ക് തട്ടിക്കൊടുക്കുക. കൊഴുവതയെ നമ്മൾ തട്ടി കറിയിലേക്ക് ഇടുന്നുണ്ട്. എല്ലാ കൊഴുവയും അതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. ശരിക്കും ഈ മീനെല്ലാം മൂടിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളമാണ് നമുക്ക് കറിയുടെ പാകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീൻ വേകാനുള്ള
വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ മീനെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം തന്നെ അതിനകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മളെല്ലാ മീനുകളും നമ്മൾ കറിയിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇതുപോലെ മൂടിക്കിടക്കുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം വെക്കേണ്ടത്. കുറച്ച് നേരം കഴിയുമ്പോൾ വെള്ളം വറ്റും. മീൻ നന്നായിട്ട് വേവാനെടുക്കുന്ന സമയം, ആ സമയത്തേക്ക് നമ്മൾ വെള്ളം വറ്റുന്നതായിരിക്കും. കറിക്ക് ഒരുപാട് വെള്ളം ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചൂടുള്ള വെള്ളം ഒഴിക്കുക. ഞാൻ 2 വേപ്പില കൂടി അതിനകത്തേക്ക് തട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ കറിയെല്ലാം റെഡിയായി തിളച്ചിരിക്കുകയാണ്, വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം മീനിൻ്റെ പാകത്തിനുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് കറിയിലേക്കുള്ള ചാറുമായി. പിന്നെ അതിനുശേഷം കറി ഇറക്കുന്നതിന് മുമ്പ് നല്ല വെളിച്ചെണ്ണ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുണ്ടെങ്കിൽ അത്രയും നല്ലത്. ആ വെളിച്ചെണ്ണ ഒന്ന് ഉള്ളിലേക്ക് ചുറ്റിച്ചു കൊടുക്കുക. ഇതിന് ശേഷം വീണ്ടും ഞാൻ ആ ഒരു സ്വാദിനും സ്മെല്ലിനൊക്കെ വേണ്ടി വേപ്പില കൂടി തട്ടിക്കൊടുത്തു. നോക്കുക, നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൊഴുവ ചുമന്നുള്ളി അരച്ച് തിളപ്പിച്ച കറി. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്യാം. വാ മക്കളെ.